ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസിലെ പേജ് നമ്പർ 19-20 പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? അരിത്തമെറ്റിക് സീക്വൻസസ് നോക്കിക്കേ. ടീച്ചർ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പോവുകയാണേ. കൺസിഡർ the arithmetic sequence. Consider an arithmetic sequence 5, 15, 25, etc. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൊസിഷൻ ടേമുമായിട്ട് സെപ്പറേറ്റ് എഴുതാൻ പോവുകയാണ്. പൊസിഷൻ ടേം ഫസ്റ്റ് പൊസിഷനിൽ ഏതാ ഉള്ളത്? 5 ആണല്ലോ. സെക്കൻഡ് പൊസിഷനിൽ 15, തേർഡ് പൊസിഷനിൽ 25. ഇനി ഫോർത്ത് പൊസിഷൻ ഞാൻ എടുക്കുകയാണേ. കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. 15 - 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 25ൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ ഫോർത്ത് ടേം ആയിട്ടുള്ള 35 കിട്ടും. ഇനി ഫിഫ്ത്ത് ടേം എടുക്കുകയാണ്. ഫിഫ്ത്ത് ടേം 35 + 10 45. സിക്സ്ത് ടേം എടുക്കുകയാണ്. അപ്പോൾ എത്ര കിട്ടും? 55. ഇത്രയും മതിയാവും. ഓക്കെ, ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലോട്ട് പോകുമ്പോൾ ടേംസ് എത്ര ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ടേംസ് 10 വെച്ച് കൂടുന്നുണ്ട് അല്ലേ? ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലോട്ട് പോകുമ്പോഴത്തേക്ക്, അതായത് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലോട്ട് പോയപ്പോൾ ടേം എത്രയായി? 5 ആയിരുന്നത് 15 ആയി. അതായത് 5ൻ്റെ കൂടെ 10 കൂട്ടി 15 ആയി. 2ൽ നിന്ന് 3ലേക്ക് വരുമ്പോഴോ? 2ൽ നിന്ന് 3ലേക്ക് വരുമ്പോൾ വീണ്ടും 15 എന്ന് പറയുന്നത് വീണ്ടും 25 ആയി. അതായത് 15ൻ്റെ കൂടെ വീണ്ടും ഒരു 10 കൂട്ടി എത്രയായി? 25 ആയി. 10 വെച്ച് കൂട്ടി കൂട്ടി പോവുകയാണ്. അടുത്ത ഒരു പൊസിഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും എത്ര ആവുന്നുണ്ട്? വീണ്ടും ഒരു 10 കൂടെ കൂട്ടി 35 ആവുന്നുണ്ട്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഇതേ സാധനം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ആസ് ദ പൊസിഷൻ ഇൻക്രീസസ് ബൈ 2 നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇൻക്രീസസ് ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ എടുക്കാം? ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് തേർഡ് പൊസിഷനിലോട്ട് പോകുമ്പോഴത്തേക്കും വാല്യൂ എന്ന് പറയുന്നത് 5ഉം 25ഉം ആണ് അല്ലേ? അപ്പോൾ വാല്യൂ എത്ര വെച്ച് കൂടി? 10 + 10 വീണ്ടും ഒരു 10, അതായത് 20 വെച്ച് കൂടിയിട്ടുണ്ട്. 5 ആയിരുന്നത് 25 ആയി. അതായത് 5ൻ്റെ കൂടെ 20 കൂട്ടിയപ്പോഴത്തേക്കുമാണ് നമുക്ക് 25 കിട്ടിയേക്കുന്നത്. ഇനി വീണ്ടും ഒരു 2 പൊസിഷൻ എനിക്ക് ഫിഫ്ത്തിൽ വന്നപ്പോൾ, തേർഡ് പൊസിഷനിൽ നിന്ന് ഫിഫ്ത്ത് പൊസിഷനിലോട്ട് വന്നപ്പോൾ അതിൻ്റെ ടേം എന്ന് പറയുന്നത് എത്രയായി? 45 ആയല്ലേ? തേർഡ് പൊസിഷനിൽ 25 ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു 20 കൂട്ടിയപ്പോഴത്തേക്കുമാണ് നമുക്ക് എത്ര കിട്ടിയത്? 45 കിട്ടിയത്. അതായത് as the positions increases by 1, നമുക്ക് ഇങ്ങനെ എഴുതാം. as the position increases by 1. ഒരു പൊസിഷനിൽ നിന്ന് തൊട്ടടുത്ത പൊസിഷനിലോട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the terms increase by 10. terms increases by എത്ര വെച്ചിട്ടാണ് കൂടുന്നത്? by 10. ഇതേ സാധനം തന്നെ as the position increases by 2, അതായത് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് തേർഡ് പൊസിഷനിലോട്ട് പോയപ്പോഴത്തേക്കും ടേം എത്ര വെച്ച് കൂടി? 20 വെച്ച് കൂടി. ടേം increases by 20. ഓക്കെ, ക്ലിയർ? ഇതേ സാധനം തന്നെ നമുക്കൊരു ഡിക്രീസിങ് സീക്വൻസ് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഡിക്രീസിങ് സീക്വൻസ് ഞാൻ എടുക്കുവാണെങ്കിൽ കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഞാൻ എടുക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് 50, 45, 40 എക്സെട്ര. ഇതാണ് ഞാൻ എടുക്കുന്ന സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ പൊസിഷൻ ടേമുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. പൊസിഷൻ സെക്കൻഡ് ടേം, ഫസ്റ്റ് പൊസിഷനിൽ 50 ആണല്ലോ. സെക്കൻഡ് പൊസിഷനിൽ 45, തേർഡ് പൊസിഷനിൽ 40. ഇനി ഫോർത്ത് പൊസിഷനിൽ എത്ര വരും? നമുക്കറിയാം 50ന്ന് ഒരു 5 കുറഞ്ഞാണ് നമുക്ക് 45 കിട്ടിയേക്കുന്നത്. 45ന്ന് ഒരു 5 കുറഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്?
40 കിട്ടിയേക്കുന്നത്. അപ്പോൾ 40ൽ നിന്ന് ഒരു 5 കുറച്ചേ, 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 കിട്ടും. ഇനി ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ 35ൽ നിന്ന് വീണ്ടും ഒരു 5 കുറയ്ക്കുമ്പോഴത്തേക്കും 30. ഇനി ആറാമത്തെ ടേം എന്ന് പറയുമ്പോൾ വീണ്ടും 30ൽ നിന്ന് ഒരു 5 കുറയ്ക്കണം. 5 കുറയ്ക്കുമ്പോഴത്തേക്കും എത്ര കിട്ടുക? 5 കുറയ്ക്കുമ്പോഴത്തേക്കും 25. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, as the position increases by 1, ഒരു പൊസിഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ 1ൽ നിന്ന് 2ലേക്ക് വരുമ്പോൾ, പൊസിഷൻ 1ൽ നിന്ന് 2ലേക്ക് വരുമ്പോൾ ടേം എത്രയായിട്ട് കുറയുന്നുണ്ട്? ടേം ഈസ് ഡിക്രീസ്ഡ് ബൈ 5 അല്ലേ? as the position increases by 1, as the position increases by 1. ഒരു പൊസിഷനിൽ നിന്ന് തൊട്ടടുത്ത പൊസിഷനിലോട്ട് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും എന്ത് പറ്റി? ടേം കുറഞ്ഞു അല്ലേ? ഡിക്രീസ്ഡ് ബൈ 5. സെയിം സാധനം തന്നെ ഫസ്റ്റിൽ നിന്ന് തേർഡിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് as the position is increased by 2 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് തേർഡ് പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ കറസ്പോണ്ടിങ് ടേംസ് എന്ന് പറയുന്നത് 50യും ഇവിടെ 40യും ആണല്ലേ? അപ്പോൾ എത്ര കുറഞ്ഞു? 50ൽ നിന്ന് ഒരു 10 കുറഞ്ഞു 40 ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? as the position increases by 2, term decreased by 10. ഇങ്ങനെ പോകും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 2 സീക്വൻസ് കൺസിഡർ ചെയ്തു. ഒന്ന് ഇൻക്രീസ് ചെയ്ത് വരുന്ന സീക്വൻസ്, അവിടെ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആണ്. സെക്കൻഡ് കേസിൽ ഡിക്രീസ് ചെയ്ത് വരുന്ന സീക്വൻസ്, അവിടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് കൺക്ലൂഷനിലേക്ക് വരാം? ഇൻ എനി അരിത്മെറ്റിക് സീക്വൻസ്, നമ്മൾ ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് എടുത്താലും the change in terms is the product of the change in position and a fixed number. In any arithmetic sequence, the change in terms is the product of the change in position and a fixed number. എന്തെങ്കിലും മനസ്സിലായോ? നോക്കിക്കേ, നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് ടീച്ചർ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പോൾ T1 എടുക്കാം, T10 ടീച്ചർ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് T1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? T10 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? T10 is equal to ഇതിൻ്റെ കോമൺ ഡിഫറൻസ് CD എന്ന് പറയുന്നത് D എന്നിരിക്കട്ടെ. അപ്പോൾ നോക്കിക്കേ, T10 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? T1ൻ്റെ കൂടെ പ്ലസ് പൊസിഷൻ ഡിഫറൻസ് നമ്മൾ എടുക്കും അല്ലേ? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 10 - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള D. ഇതൊരു ഫിക്സഡ് നമ്പറാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഞാൻ T10 ഈ T1 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അന്നേരം നമുക്ക് T1 ആയി ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു 10 - 1 ഇൻറ്റു D. ക്ലിയർ? ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ താഴെ എഴുതി നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന റിസൾട്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നോക്കിക്കേ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. നോക്കിക്കേ, ഇൻ എനി അരിത്മെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് എന്ന് പറയുമ്പോൾ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം, ചേഞ്ച് ഇൻ ടേംസ്. ഇപ്പോൾ T10 - T1 ചെയ്തില്ലേ, അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ. ഇതെന്താണ് ആക്ച്വലി? ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ 10 - 1 എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെയും ഏതിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും? ചേഞ്ച് ഇൻ പൊസിഷൻ്റെയും അതിൻ്റെ ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഫിക്സഡ് ആയിരിക്കും അല്ലേ? അത് വേരി ചെയ്യത്തില്ല, അത് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് പറയുന്നത്, ഇൻ എനി അരിത്മെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് എ ഫിക്സഡ് നമ്പർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഒരു റിസൾട്ട് കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഇൻ എനി arithmetic sequence
sequence, in any arithmetic sequence, the change in terms, the change in terms is proportional to the change in position. Okay, in any arithmetic sequence the change in terms is proportional to the change in position. അത് ശരിയല്ലേ? നമ്മൾ നേരത്തെ സീക്വൻസ് പഠിച്ചപ്പോഴത്തേക്കും ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടേമും വേരി ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ചേഞ്ച് ഇൻ ടേംസ് ഈസ് പ്രപ്പോർഷണൽ ടു ദി ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു റിസൾട്ട് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്കിനി പ്രോബ്ലംസ് ചെയ്യാം. നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള പ്രോബ്ലം ആണ്. ദ തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 12. തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് എത്രയാണെന്ന് പറയുന്നുണ്ട്, 12 ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് സെവൻത് ടേം ഈസ് 32. സെവൻത് ടേം എത്രയാണെന്ന് പറയുന്നുണ്ട്, 32 ആണെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ 15th ആൻഡ് 5th ടേംസ്? അങ്ങനെയാണെങ്കിൽ 15th ടേം എത്ര, അതുപോലെ തന്നെ 5th ടേം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ തേർഡ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 12, സെവൻത് ടേം 32, 15th ടേം എത്ര, 5th ടേം എത്ര, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി ക്യാൻ റൈറ്റ്, നമുക്കറിയാം എന്താണ്, നമ്മളിപ്പോൾ നേരത്തെ തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ. ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഡി. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഒരു റിസൾട്ട് പഠിച്ചു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് T7. ഇപ്പോൾ ടീച്ചർ ഇങ്ങനെ എഴുതുവാണ്, T7 എന്ന് പറയുന്നത് എത്രയാ, T3ൻ്റെ കൂടെ T3 പ്ലസ് പൊസിഷൻ ഡിഫറൻസ് എടുത്ത് 7ഉം 3 തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണല്ലോ. T7 നമുക്കറിയാം എത്രയാണ്, 32 ഈക്വൽ ടു വാട്ട് ഇസ് T3, 12 പ്ലസ് 7 മൈനസ് 3 4 ഇൻറ്റു ഡി. ഈ 12 ഈക്വൽ ടുൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ -12 ആവും. 32 മൈനസ് 12 വിച്ച് ഇസ് ഈക്വൽ ടു 4D. 32 12 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക, 20 ഈക്വൽ ടു 4D. അവിടുന്ന് D ഇസ് ഈക്വൽ ടു 20/4 വിച്ച് ഇസ് ഈക്വൽ ടു 5. ഓക്കെ 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നമുക്ക് എത്രയാണ് കിട്ടിയത്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ട് കിട്ടി, 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നമുക്ക് T15 ഉം T5 സുഖമായിട്ട് കണ്ടുപിടിച്ചുകൂടെ, കണ്ടെത്താമല്ലോ. ദെൻ വി ഹാവ് നമുക്ക് തന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. T12 അല്ല T3 എന്ന് പറയുന്നത് 12, T7 എന്ന് പറയുന്നത് 32. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T15 നമുക്ക് കണ്ടുപിടിക്കാം, പിന്നെ T5ഉം കണ്ടുപിടിക്കാം. ഇത് രണ്ടും നമുക്ക് അറിയത്തില്ല. കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് കിട്ടി, 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി ആണല്ലോ. ദെൻ ഫസ്റ്റ് ഞാൻ T15 എടുക്കുവാണേ. അപ്പോൾ T7 നമുക്കറിയാം എത്രയാണ്, T7 ഈസ് ഈക്വൽ ടു 32. T15 എന്ന് പറയുന്നത് എന്തായാലും 7ൻ്റെ റൈറ്റിലല്ലേ വരത്തുള്ളൂ, അല്ലേ? 7ൻ്റെ റൈറ്റിലല്ലേ വരുള്ളൂ, 7 കഴിഞ്ഞിട്ടല്ലേ പിന്നെ 15 വരുന്നേ ആണല്ലോ. അപ്പോൾ T15 വിച്ച് ഈസ് ഈക്വൽ ടു T7 പ്ലസ് പൊസിഷൻ ഡിഫറൻസ് 15 മൈനസ് 7 ചെയ്യുക. 15 മൈനസ് 7 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 8 അല്ലേ? 8 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്, 5. സോ വാട്ട് ഈസ് T7 എന്ന് പറയുന്നത് 32 പ്ലസ് 8 ഇൻറ്റു 5 40 വിച്ച് ഈസ് ഈക്വൽ ടു 32 പ്ലസ് 40 72. ഇതാണ് 15th ടേം എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, 5th ടേമും കണ്ടുപിടിക്കണം. 5th ടേം എന്ന് പറയുന്നത് T7ൻ്റെ ലെഫ്റ്റിലാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ T7 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ T3 വെച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് T3 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലേ? അതല്ലേ കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, T5 എന്ന് പറയുമ്പോൾ ദേ ഇവിടെ T3, ഇത് T5 എന്ന് വിചാരിച്ചു. അപ്പോൾ T5 ഈസ് ഈക്വൽ ടു T3ൻ്റെ റൈറ്റിലാണ് T5 കിടക്കുന്നത്, അതുകൊണ്ട് T3 പ്ലസ് എന്താണ്, പ്ലസ് പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ T5 ആൻഡ് T3 5 മൈനസ് 3ൻ്റെ വാല്യൂ 2.
2 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു T3ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ് 12. 12 പ്ലസ് 2 ഇൻറ്റു 5 10 വിച്ച് ഈസ് ഈക്വൽ ടു 22. എത്ര കിട്ടി? ഫിഫ്ത്ത് ടേം നമുക്ക് എത്ര കിട്ടി? 22 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ആൻസർ ആയല്ലോ. T15ഉം T5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. The fourth term of an arithmetic sequence. Fourth term of an arithmetic sequence is 81 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സിക്സ്ത് ടേം T6 എന്ന് പറയുന്നത് 71 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ T20 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 20th ടേം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ വി നോ T4ഉം T6ഉം അറിയാം അല്ലേ. അപ്പം നമുക്ക് എന്തറിയാം? T6 is equal to എന്താണ്? T4 പ്ലസ് പൊസിഷൻ ഡിഫറൻസ് 6ഉം 4 തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് 6 മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ്. നമുക്കറിയത്തില്ല കോമൺ ഡിഫറൻസ്. അപ്പോൾ T6 എത്രയാണ്? 71 വിച്ച് ഈസ് ഈക്വൽ ടു T4 എത്ര? 81 പ്ലസ് 6 മൈനസ് 4 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഈ 81 ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ 71 മൈനസ് 81 വിച്ച് ഈസ് ഈക്വൽ ടു 2D അല്ലേ. 71ൽ നിന്ന് 81 കുറയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. 81ൽ നിന്ന് 71 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 71 മൈനസ് 81 ചെയ്യുമ്പോൾ മൈനസ് 10 ആണ് കേട്ടോ. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. നമുക്ക് ചെയ്യാൻ അറിയാമല്ലോ, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 81ൽ നിന്ന് 71 കുറയ്ക്കുക, അപ്പോൾ 10 കിട്ടി. എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അതാണ് നമ്മുടെ ആൻസർ. 71 മൈനസ് 81 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2D. അവിടുന്ന് കോമൺ ഡിഫറൻസ് D ഇസ് ഈക്വൽ ടു മൈനസ് 10/2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 5 എന്ന് പറഞ്ഞിട്ടാണ് കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത്. മൈനസ് 5 എന്ന് പറഞ്ഞിട്ട് കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ. ഇനി നമുക്ക് T20 കണ്ടുപിടിക്കാം. So we have T20 which is equal to T6ൻ്റെ റൈറ്റ് സൈഡിലല്ലേ വരുള്ളൂ T20 അല്ലേ. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ 6 കഴിഞ്ഞിട്ടല്ലേ 20 വരുന്നത്. അപ്പോൾ T20 is equal to T6 പ്ലസ് ഇട്ട് കൊടുക്കുക പ്ലസ് പൊസിഷൻ ഡിഫറൻസ് 20യും 6 തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് 20 മൈനസ് 6 ദാറ്റ് ഈസ് 14 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് T6 71 14 ഇൻറ്റു മൈനസ് 5. നമുക്ക് 14 ഇൻറ്റു 5 ചെയ്യാം. 4 5s are 20, 2 ബാലൻസ് 70. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് 70. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ്. സോ മൈനസ് 70. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 71 മൈനസ് 70. സോ ദ ആൻസർ വിൽ ബി 1. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പേജ് നമ്പർ 20ലും 19ലുമായിട്ട് കിടക്കുന്ന പ്രോബ്ലംസ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തിട്ട് വായിച്ചു പഠിക്കുക കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. സോ മറ്റു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.